ചക്രവാണി ക്ലാസ്സസ് 2.0 ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയറിന്റെ 2025 ഒരു സീരീസ് ഇങ്ങനെ കണ്ടുവരികയായിരുന്നു. അതിന്റെ അടുത്തൊരു ഭാഗമാണ് നമ്മളിന്ന് കാണുക. PSC പരീക്ഷകൾക്ക് സ്ഥിരമായി കാണുന്ന ഓസ്കാർ പുരസ്കാരങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓസ്കാർ 2025 നമുക്കറിയാം, ഇത് 97ാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് 2025 നൽകിയത്. 97ാമത്തെ ഓസ്കാർ ആണ് 2025 നൽകിയത്. ഇതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോൾബി തിയേറ്റർ ലോസ് ഏഞ്ചൽസ്. എവിടെ വച്ചിട്ടാണ് നൽകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡോൾബി തിയേറ്റർ ലോസ് ഏഞ്ചൽസ്. ഇനി ലോസ് ഏഞ്ചൽസ് എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് അമേരിക്കയിലാണെന്ന് നമുക്കറിയാം. ഈ ഇടയ്ക്ക് കാട്ടുതീ അല്ലെങ്കിൽ തീ അനുഭവപ്പെട്ട സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോസ് ഏഞ്ചൽസിലാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, അമേരിക്കയിലാണ്. ഈ ലോസ് ഏഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ 2028 ഒളിമ്പിക്സിന്റെ വേദി ചോദിച്ചാലും ലോസ് ഏഞ്ചൽസ് ആണ്. 2028 ഒളിമ്പിക്സ് വേദി അമേരിക്കയിലാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നിലവിൽ ആരാണ് അമേരിക്കയുടെ പ്രസിഡന്റ്? ഡൊണാൾഡ് ട്രംപ്. നിലവിലെ അമേരിക്കയുടെ പ്രസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഡൊണാൾഡ് ട്രംപ് ആണ്. 47ാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ട്രംപ്. ട്രംപിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 45ാമത്തെയും അമേരിക്കയുടെ 45ാമത്തെയും 47ാമത്തെയും പ്രസിഡന്റ് ട്രംപാണ്. 45ാമത്തെയും 47ാമത്തെയും പ്രസിഡന്റ് ട്രംപാണ്. എന്നാൽ ഇതിനിടയ്ക്ക് വരുന്ന 46ാമത്തെ പ്രസിഡന്റ് ആരാണ്? 46ാമത്തെ പ്രസിഡന്റ് നമുക്കറിയാം ജോ ബൈഡൻ ആണ്. ജോ ബൈഡൻ. ഇതിൽ ജോ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി. അതിലെ ട്രംപിന്റെ അടയാളം അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അടയാളം നോക്കിക്കഴിഞ്ഞാൽ ആനയാണ് അടയാളം. അപ്പോൾ ട്രംപിന്റെ പാർട്ടിയുടെ അടയാളം, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അടയാളം നോക്കിക്കഴിഞ്ഞാൽ ആനയാണ് അടയാളം. എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടയാളം നോക്കിക്കഴിഞ്ഞാൽ അത് കഴുതയാണ്. കഴുതയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടയാളം. അപ്പോൾ 47ാമത്തെ പ്രസിഡന്റാണ് ട്രംപ്. എന്നാൽ ട്രംപിനോടൊപ്പം ഉള്ള വൈസ് പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് JD വാൻസ് ആണ്. JD വാൻസ്. ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ JD വാൻസ് ആണ്. JD വാൻസ് ആണ് നിലവിലെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ഇനി ആരെ പരാജയപ്പെടുത്തിയാണ് ട്രംപ് പ്രസിഡന്റ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കമലാ ഹാരിസിനെയാണ്. കമലാ ഹാരിസിനെ പരാജയപ്പെടുത്തിയാണ് ട്രംപ് പ്രസിഡന്റ് ആയത്. 47ാമത്തെ പ്രസിഡന്റ് ആണ് ട്രംപ്. 2025 ജനുവരി 20-നാണ് അധികാരം ഏറ്റെടുത്തത്. അപ്പൊ 2025 ജനുവരി 20-നാണ് അധികാരം ഏറ്റെടുത്തത്. 4 വർഷമാണ് അമേരിക്കയിൽ പ്രസിഡന്റിന്റെ കാലാവധി എന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ വിഷയം അമേരിക്കൻ പ്രസിഡന്റേ അല്ല, പറഞ്ഞു വന്ന ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒളിമ്പിക്സ് വഴി അമേരിക്കയിലേക്ക് പോയെന്ന് മാത്രം. നമ്മൾ പഠിക്കേണ്ടത് ഓസ്കാർ ആണ്. 97ാമത്തെ ഓസ്കാർ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഡോൾബി തിയേറ്റർ ലോസ് ഏഞ്ചൽസ്. ഡോൾബി തിയേറ്റർ ലോസ് ഏഞ്ചൽസ്. ഇനി അവാർഡ് നൽകുന്നത് ആരാണ്? ആരാണ് അവാർഡ് നൽകുന്നത്? അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ്, AMPAS. അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ് ആണ് അവാർഡ് നൽകുക. അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ്. അപ്പൊ 97ാമത്തെ ഓസ്കാർ പുരസ്കാരമാണ്. വേദി ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്റർ ആണ്. അവാർഡ് നൽകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ AMPAS, അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ്. ഇനി ആരാണ് അവതാരകൻ? ഈ ഓസ്കാറിനെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ കരുതിയിരിക്കേണ്ട ചോദ്യമാണ്, ഇതിന്റെ അവതാരകൻ ആരായിരുന്നു? അവതാരകനാണ് കോനൻ ഒബ്രയാൻ. പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, നമുക്ക് അവരുടെ യഥാർത്ഥ പേരൊന്നും അറിയത്തില്ലല്ലോ. ഒബ്രയാൻ. അപ്പൊ ഇതിന്റെ അവതാരകൻ ചോദിച്ചു കഴിഞ്ഞാൽ കോനൻ ഒബ്രയാൻ. എന്തുകൊണ്ടാണ് ഈ പേര് പഠിക്കണം എന്ന് പറയുന്നത്? ഒബ്രയാൻ, കോനൻ ഒബ്രയാൻ. എന്തുകൊണ്ടാണ് ഈ അവതാരകനെ നാം പഠിക്കേണ്ടത്? ഈ അവതാരകൻ ഓസ്കാർ വേദിയിലേക്കുള്ള അഭിസംബോധന ചെയ്തു തുടങ്ങിയത് ഇന്ത്യക്കാരെയാണ്. ഓസ്കാറിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഹിന്ദി ഭാഷയിൽ ഒരു അഭിസംബോധന നടത്തിക്കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്, കോനൻ ഒബ്രയാൻ. അപ്പൊ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങിയ ആദ്യത്തെ ഓസ്കാർ ചോദിച്ചു കഴിഞ്ഞാൽ 97ാമത്തെ ഓസ്കാർ 2025 ആണ്. അതിന്റെ അവതാരകൻ ചോദിച്ചു കഴിഞ്ഞാൽ കോനൻ ഒബ്രയാൻ ആണ്. കോനൻ ഒബ്രയാൻ. ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ 2 കാര്യങ്ങൾ കൂടി പഠിച്ചിട്ട് ഇതിന്റെ ഉൾഭാഗത്തേക്ക് പോവാം. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് അനോറയാണ്. ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ചിത്രം അനോറയാണ്.
അനോറ. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് അനോറയല്ല, എമിലിയ പെരസ് ആണ്. എമിലിയ പെരസ്. ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം എമിലിയ പെരസ്. 13 നോമിനേഷനാണ് ലഭിച്ചത്. എന്നാൽ അനോറ എന്ന ചിത്രത്തിന് ആകെ ലഭിച്ചത് 5 അവാർഡുകളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ച ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അനോറ. എന്നാൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് എമിലിയ പെരസ് ആണ്. 13 നോമിനേഷനാണ് ഇതിന് ലഭിച്ചത്. എന്നാൽ ആ നോമിനേഷൻ എല്ലാം വിജയിപ്പിച്ചെടുക്കാൻ എമിലിയ പെരസിനായില്ല. അതുകൊണ്ടാണ് അനോറയ്ക്ക് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയെന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ ഓസ്കാറിലേക്ക് ഓരോ രാജ്യവും അവരുടെ ഒഫീഷ്യൽ എൻട്രി അയക്കും. ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയി എത്തിയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാപ്പാട്ട ലേഡീസ് എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രൊനൗൺസ് ചെയ്താൽ മതി. ലാപ്ത ലേഡീസ്. ഇതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയ ചിത്രം. ഇതിന്റെ സംവിധായകനാണ് കിരൺ റാവു. ഇതിന്റെ സംവിധായകൻ കിരൺ റാവു ആണെന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. കിരൺ റാവു. അപ്പൊ ലാപ്ത ലേഡീസ് ആണ് ഇന്ത്യയിൽ നിന്നുള്ള ഒഫീഷ്യൽ എൻട്രി. എന്നാൽ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാവും. ലാപ്ത ലേഡീസോ പിന്നെ അനുജ എന്തിനാണ്? അനുജയെ കുറിച്ച് എവിടെയാണ് പരാമർശം? അത് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി അല്ല. അനുജ എന്ന ചിത്രം ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി അല്ല. അത് പകരം അമേരിക്കൻ നിർമ്മിതമായ ചിത്രമാണ്. എന്നാൽ ഇന്ത്യയുടെ ഡൽഹി പശ്ചാത്തലമായ ചിത്രം എന്ന് മാത്രമേ ഉള്ളൂ. അനുജ എന്ന ചിത്രം ഇന്ത്യയിലെ ഡൽഹി പശ്ചാത്തലമായ ചിത്രമാണെന്നേ ഉള്ളൂ. എന്നാൽ അത് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി അല്ല. ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയ ചിത്രമാണ് ലാപ്ത ലേഡീസ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ലാപ്ത ലേഡീസ്. എന്നാൽ ഇന്ത്യയെ പശ്ചാത്തലമായ അമേരിക്കൻ ചിത്രമാണ് അനുജ. ഇന്ത്യ പശ്ചാത്തലമായ അമേരിക്കൻ ചിത്രമാണ് അനുജ. ഈ അനുജ ഒരു വിഭാഗത്തിൽ നോമിനേഷൻ ചെയ്യപ്പെട്ടു. ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിൽ നോമിനേഷൻ ചെയ്തെങ്കിലും പുരസ്കാരം ലഭിച്ചില്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിലേക്ക് അനുജയെ നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിലും അതിന് പുരസ്കാരം ലഭിച്ചില്ല. അപ്പൊ അതോടെ അനുജയുടെ കാര്യം അവിടെ അവസാനിച്ചു. ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ചോദിച്ചു കഴിഞ്ഞാൽ ലാപ്ത ലേഡീസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ പോകുന്നത് നേരെ അവാർഡുകളിലേക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില അവാർഡാണ് നമ്മൾ നോക്കേണ്ടത്. അതിലാദ്യം ഞാൻ പറഞ്ഞു അനോറയ്ക്ക് 5 പുരസ്കാരങ്ങളാണ് കിട്ടിയത്. അപ്പൊ ആദ്യം നമുക്കങ്ങ് പഠിച്ചു തീർത്താലോ. 1 മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അനോറ. മികച്ച ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അനോറ. ഇനി അനോറയുടെ സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ സീൻ ബേക്കർ. ചില പ്രസിദ്ധീകരണങ്ങളിൽ ഷോൺ ബേക്കർ എന്നും കാണുന്നുണ്ട്. സീൻ ഓർ ഷോൺ ബേക്കർ, ഏത് രീതിയിലായാലും നിങ്ങൾ ഓർത്താൽ മതി. ഷോൺ ഓർ സീൻ ബേക്കർ ആണ് ഇതിന്റെ സംവിധായകൻ. അപ്പൊ അനോറയാണ് മികച്ച ചിത്രം. 1ാമത്തെ പുരസ്കാരമായി. 2ാമത്തെ പുരസ്കാരം മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് ഇദ്ദേഹത്തിനാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് അനോറ സീൻ ബേക്കർക്കാണ്. അപ്പൊ 2ാമത്തെ പുരസ്കാരമായി തിരക്കഥ. പിന്നെ അടുത്ത 3ാമത്തെ പുരസ്കാരം കിട്ടുന്നത് മികച്ച എഡിറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാലും അത് അനോറ എന്ന ചിത്രത്തിലാണ്. മികച്ച എഡിറ്റിംഗ്, തിരക്കഥ, സംവിധാനം, മികച്ച ചിത്രം, ഈ 4 പുരസ്കാരമായി കഴിഞ്ഞു ഇതുവരെ നമുക്ക് അനോറയ്ക്ക്. ഇനി 5ാമത് ഒരെണ്ണം കൂടി അങ്ങ് പഠിച്ചാൽ മതി. 5ാമത്തത് മികച്ച നടി നോക്കിക്കഴിഞ്ഞാൽ അത് മിക്കി മാഡിസൺ. മികച്ച നടി മിക്കി മാഡിസൺ. അപ്പൊ നടി വരെ ആയപ്പോൾ നമുക്ക് 5 പുരസ്കാരങ്ങളായി അനോറയ്ക്ക് ലഭിച്ച 5 പുരസ്കാരങ്ങളായി മിക്കി മാഡിസൺ. അപ്പൊ 5 പുരസ്കാരങ്ങൾ അനോറ മികച്ച ചിത്രം. അതുപോലെ മികച്ച തിരക്കഥ ചോദിച്ചു കഴിഞ്ഞാൽ അനോറ. മികച്ച സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ അനോറയുടെ സീൻ ബേക്കർ. അതേപോലെ മികച്ച എഡിറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ അനോറ എന്ന ചിത്രത്തിന് സീൻ ബേക്കർക്ക്. അതേപോലെ മികച്ച നടി മിക്കി മാഡിസൺ. അങ്ങനെ ഓസ്കാറുമായി ബന്ധപ്പെട്ട് അനോറയ്ക്ക് കിട്ടിയ 5 പുരസ്കാരങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അനോറയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ 5 എണ്ണം അങ്ങ് ഓർത്ത് വെച്ചാൽ മതിയാവും. മിക്കി മാഡിസൺ ആണ് മികച്ച നടി. ഒരു മിക്കി മൗസിനെ പോലെ ഇരിക്കുന്നു അങ്ങ് ഓർത്താൽ മതി. അടുത്ത് നമ്മൾ നോക്കുന്നത് മികച്ച നടൻ ആരാണ്? ആഡ്രിയൻ ബ്രോഡി. മികച്ച നടൻ നോക്കിക്കഴിഞ്ഞാൽ അത് ആഡ്രിയൻ ബ്രോഡി. ബ്രോ ഒരു ബ്രദർക്കാണ് ഇത്തവണ പുരസ്കാരം കൊടുത്തത്. രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഒരു ബ്രദർക്കാണ് ഇത്തവണ പുരസ്കാരം കൊടുത്തത് ആഡ്രിയൻ ബ്രോഡിക്കാണ്
പുരസ്കാരം ലഭിച്ചത് ദ ബ്രൂട്ടലിസ്റ്റ്. ആ ബ്രദർ എന്ന് പറയുന്ന ഒരു ബ്രൂട്ടൽ ക്യാരക്ടർ ആയിരുന്നു. ദ ബ്രൂട്ടലിസ്റ്റ്. അഡ്രിയൻ ബ്രോഡി. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ദ ബ്രൂട്ടലിസ്റ്റ്. അപ്പൊ നടി ചോദിച്ചു കഴിഞ്ഞാൽ മിക്കി മാഡിസൺ ആണ്. അതേസമയം നടൻ ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രിയൻ ബ്രോഡി ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം. ഇനി നമ്മൾ നോക്കേണ്ടത് അത്ര പ്രാധാന്യമുള്ളതല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. സഹനടൻ. മികച്ച സഹനടൻ ആരാണ്? കീരൻ കുൽക്കിൻ ആണ്. കീരൻ കുൽക്കിൻ. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ എ റിയൽ പെയിൻ എന്ന ചിത്രത്തിന് കീരൻ കുൽക്കിൻ ആണ് മികച്ച സഹനടൻ. കീരൻ കുൽക്കിൻ സഹനടൻ എ റിയൽ പെയിൻ എന്ന ചിത്രം. ശരീരത്തിൽ ചെറിയൊരു കീറൽ വന്നു, ചെറിയൊരു മുറിവ് വന്നു, പെയിൻ, അതുകൊണ്ട് വേദന അനുഭവപ്പെട്ടു. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ എ റിയൽ പെയിൻ കീരൻ കുൽക്കിൻ. ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. കീരൻ കുൽക്കിൻ. സഹനടി ചോദിച്ചു കഴിഞ്ഞാൽ സോ സാൽഡാന. സഹനടി സോ സാൽഡാനയാണ് സഹനടി. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ എമിലിയ പെരസിന്റെ നടിയാണ് സോ സാൽഡാന. അപ്പൊ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ എമിലിയ പെരസ് സോ സാൽഡാന. മികച്ച നടൻ നമുക്കറിയാം അഡ്രിയൻ ബ്രോഡി. ഒരു ബ്രദർക്കാണ് കൊടുത്തത്. അഡ്രിയൻ ബ്രോഡി. ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. നടി മിക്കി മാഡിസൺ അനോറ എന്ന ചിത്രത്തിന്. സഹനടൻ ചോദിച്ചു കഴിഞ്ഞാൽ കീരൻ കുൽക്കിൻ എ റിയൽ പെയിൻ എന്ന ചിത്രം. അതേസമയം സഹനടി ചോദിച്ചു കഴിഞ്ഞാൽ സോ സാൽഡാനയാണ്. സോ സാൽഡാന. ഇനി ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? മികച്ച വിദേശ ഭാഷാ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. ഒരു ബ്രസീലിയൻ ഭാഷയിലുള്ള ചിത്രമാണ്. ഒരു ബ്രസീൽ ചിത്രമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അടുത്ത് നമ്മൾ നോക്കേണ്ടതാണ് ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിൽ പുരസ്കാരം കിട്ടിയത്. ഞാൻ പറഞ്ഞു ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിലാണ് അനുജ മത്സരിച്ചത്. അനുജ ഒരു അമേരിക്കൻ നിർമ്മിത ചിത്രമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. എന്നാൽ അതിന് പുരസ്കാരം കിട്ടിയില്ല. അപ്പൊ ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിൽ പുരസ്കാരം കിട്ടിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ചിത്രത്തിനാണ് ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിൽ പുരസ്കാരം കിട്ടിയത്. ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ചിത്രത്തിലാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് മികച്ച സൗണ്ട് വിഷ്വൽ ഇഫക്റ്റ് നേടിയ ചിത്രം ഡ്യൂൺ 2 ആണ്. ഡ്യൂണിന്റെ രണ്ടാം ഭാഗം. മികച്ച സൗണ്ട് മികച്ച വിഷ്വൽ ഇഫക്റ്റ് ഡ്യൂൺ 2 ആണ്. പിന്നെ ഏറ്റവും മികച്ച മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ. ഏത് ചിത്രത്തിനാണെന്ന് ചോദിച്ചാൽ ദ സബ്സ്റ്റൻസ്. അതിങ്ങനെ കണക്ട് ചെയ്താൽ മതി. മേക്കപ്പ് വസ്തുവിനുള്ള കാര്യങ്ങളില്ലേ, സബ്സ്റ്റൻസ്, അതിനകത്തുള്ള കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ആ സബ്സ്റ്റൻസ്, അതാണ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിന് മികച്ച അവാർഡ് കിട്ടിയത് ചോദിച്ചു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിനാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഓസ്കാർ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. ഇത് 97ാമത്തെ ഓസ്കാർ ആണെന്ന് നമ്മൾ പഠിച്ചു. എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ ലോസ് ഏഞ്ചൽസിലെ ഡോൾബി സ്റ്റുഡിയോയാണ് ഇതിന്റെ വേദി. ഡോൾബി തിയേറ്റർ. അതേപോലെ ഇത് ആരാണ് നൽകുന്നതെന്ന് കണ്ടു. ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഏറ്റവും മികച്ച ചിത്രം ഏത്? അനോറ. ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ ചിത്രം ചോദിച്ചു കഴിഞ്ഞാലും അനോറയുടെ സംവിധായകനാണ് സീൻ ബേക്കർ. അദ്ദേഹത്തിന് തന്നെയാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം, മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം, മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം കിട്ടിയതും സീൻ ബേക്കർക്കാണെന്നൊന്ന് ഓർത്ത് വെക്കുക. അതേപോലെ മികച്ച നടി ചോദിച്ചു കഴിഞ്ഞാൽ മിക്കി മാഡിസൺ. മികച്ച നടൻ ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രിയൻ ബ്രോഡി. ഇനി മികച്ച സഹനടനാണ് കീരൻ കുൽക്കിൻ. അതേസമയം മികച്ച സഹനടി ചോദിച്ചു കഴിഞ്ഞാൽ സോ സാൽഡാന. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം നോട്ട് എ റോബോട്ട്. ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗം ഐ ആം നോട്ട് എ റോബോട്ട്. വിദേശ ഭാഷാ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം സ്റ്റിൽ ഹിയർ. അപ്പൊ ഈ കാര്യങ്ങൾ ഓസ്കാറുമായി ബന്ധപ്പെട്ട് പഠിക്കുമല്ലോ. അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അനിമേഷൻ ചിത്രം. ഏറ്റവും മികച്ച അനിമേഷൻ ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലോ ആണ്. ഏറ്റവും മികച്ച അനിമേഷൻ ചിത്രം ഫ്ലോ എന്ന് വെച്ചാൽ ഒരു ഒഴുകൽ പോലെ എന്നൊക്കെ ഓർത്താൽ മതി. അപ്പൊ ഒരു ഒഴുകലിന്റെ നല്ലൊരു വിശകലനം ആ ചിത്രത്തെ കാണിക്കാൻ പറ്റും. ഒരു അനിമേഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പൊ ഏറ്റവും മികച്ച അനിമേഷൻ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലോ ആണ്. കാരണം ഈ അനിമേഷനുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അനിമേഷൻ കൂടി ഓർത്ത് വയ്ക്കുക. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോ ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഓസ്കാർ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. PSC 1 മാർക്ക് ഉറപ്പാണ് ഓസ്കാർ പുരസ്കാരങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.